സ്ലേറ്റിലെ മൂന്നാമത്തെ ചാപ്റ്റർ പൈത്തൺ ഒക്കെ നമ്മൾ പഠിക്കുന്ന കമ്പ്യൂട്ടർ ഭാഷ എന്ന ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നിന്ന് പൈത്തൺ പ്രോഗ്രാമിംഗ് ഒക്കെയാണ് ചോദ്യങ്ങളായിട്ട് വരാറുള്ളത്. നമുക്കപ്പോൾ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസിലൂടെ ഈ ചാപ്റ്ററിലെ പ്രാക്ടിക്കൽ ഒന്ന് സെറ്റാക്കി എടുത്താലോ. വീഡിയോയിലേക്ക്. 1 മുതൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യകൾ പ്രിന്റ് ചെയ്യുന്നതിനുള്ള ഒരു പൈത്തൺ പ്രോഗ്രാം ചുവടെ നൽകിയിരിക്കുന്നു. പ്രോഗ്രാം പരിഷ്കരിച്ച് 1നും 100നും ഇടയിലുള്ള 5ന്റെ ഗുണിതങ്ങൾ മാത്രം പ്രിന്റ് ചെയ്യുന്ന വിധത്തിലേക്ക് മാറ്റുക. Rewrite the program by modifying it so that it prints only the multiples of 5 between 1 and 100. അതായത് ചോദ്യം കണ്ടിട്ട് പേടിക്കണ്ട, നമുക്ക് എളുപ്പത്തിൽ ഇത് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു കോഡ് തന്നിട്ടുണ്ട്, ഇത് നമ്മൾ റൺ ചെയ്യണം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 മുതൽ 50 വരെ ആയിരിക്കും കിട്ടുന്നത്. ആ 1 മുതൽ 50 വരെ കിട്ടുന്നതിനെ മാറ്റിയിട്ട് 5ന്റെ ഗുണിതങ്ങൾ, 5ന്റെ മൾട്ടിപ്പിൾസ് മാത്രം കിട്ടുന്ന വിധത്തിലേക്ക് ആക്കണം. അത് തന്നെ 1 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ ഇടയിലുള്ളതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ചെയ്ത് നോക്കാം, ലൈൻ ബൈ ലൈൻ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ പൈത്തൺ പ്രോഗ്രാം ഒന്നിക്കൽ ടെക്സ്റ്റ് എഡിറ്ററിൽ ചെയ്തിട്ട് .py എന്ന എക്സ്റ്റൻഷനോട് കൂടി സേവ് ചെയ്യാം, എന്നിട്ട് ടെർമിനൽ വഴി റൺ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് പൈത്തൺ പോലുള്ള പ്രോഗ്രാം ഒക്കെ ചെയ്യാൻ പറ്റുന്ന IDE ഉണ്ട്. പൈത്തൺ ചെയ്യാൻ പറ്റുന്ന ഒരു IDE ആണ് ഐഡിൽ എന്ന് പറയുന്നത്, IDLE. അതിൽ ചെയ്താലും മതി, കുറച്ചുകൂടി നല്ലത് അതിൽ ചെയ്യുന്നതായിരിക്കും. ഞാനിവിടെ ഐഡിൽ ഓപ്പൺ ചെയ്യാം. ഐഡിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ഷോ ആപ്ലിക്കേഷൻസിലേക്ക് വരിക. ഷോ ആപ്ലിക്കേഷൻസിൽ IDLE എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഐഡിൽ ഇവിടെ കിട്ടും, അത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊരു വിൻഡോ ആണ് നമുക്ക് കിട്ടുക. ഇവിടെ അല്ല നമ്മുടെ പ്രോഗ്രാം ടൈപ്പ് ചെയ്യേണ്ടത്, ഇവിടെ അല്ല ടൈപ്പ് ചെയ്യേണ്ടത്. നേരെ ഫയലിൽ ന്യൂ ഫയൽ എടുക്കണം. ഫയലിൽ ന്യൂ ഫയൽ. അപ്പോൾ കിട്ടുന്ന ഈ ഒരു വിൻഡോനെയാണ് നമ്മൾ എഡിറ്റർ വിൻഡോ എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മുടെ പ്രോഗ്രാം, കുറേ ലൈൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഇവിടെയാണ് ടൈപ്പ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ സേവ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പൊ എന്താണോ ചോദ്യത്തിൽ തന്നിട്ടുള്ളത് അതേപോലെ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് റണ്ണ് ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെയുള്ള ഈ ഒരു സ്പേസിൽ ഇതിനെയാണ് നമ്മൾ ഇൻഡന്റേഷൻ എന്ന് പറയുന്നത്. ഈ ഇൻഡന്റേഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കണം. ഈ കറക്റ്റ് സ്പേസ് ഒക്കെ അതേപോലെ കൊടുക്കണം. സ്പെല്ലിംഗ് ഒന്നും തെറ്റരുത്, ഇതേപോലെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ചോദ്യത്തിൽ എന്താണോ തന്നിട്ടുള്ളത് അതേപോലെ ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. സ്പേസും കാര്യങ്ങളൊന്നും തെറ്റാതെ ഇവിടെ നേരെ തന്നെ കൊടുക്കുക. ഇനി നമുക്ക് ഇതിനെ ഒന്ന് സേവ് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, ഇതിനെ ഒന്ന് സേവ് ചെയ്യാം. ഞാൻ ഫയലിൽ സേവ് കൊടുക്കുന്നു. ഫയലിൽ സേവ് കൊടുക്കുക. എവിടെ സേവ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ള അതേ പേരിൽ തന്നെ നമുക്ക് സേവ് ചെയ്യാം. സേവ് ദ മോഡിഫൈഡ് ഫയൽ ഇൻ exam10 products. അതായത് ആദ്യമേ ചെയ്യുന്ന ഒരു ഫയലും നമുക്ക് ഇതേ പേരിൽ തന്നെ സേവ് ചെയ്യാം. പിന്നെ മാറ്റം വരുത്തിയ ഫയൽ അതേ ഫയൽ ഒന്നും കൂടി സേവ് ചെയ്താൽ അത് കറക്റ്റായിട്ട് വന്നോളും. exam10 products എന്ന ഫോൾഡറിൽ രജിസ്റ്റർ നമ്പർ _numbers.py എന്ന പേരിലാണ് സേവ് ചെയ്യുന്നത്. ഇവിടെ ഹോമിലാണ് ഞാൻ ഉള്ളത്, അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരിക. ഇവിടെയായിട്ട് നമുക്ക് exam10 products എന്ന ഫോൾഡർ ഉണ്ട്, അത് ഓപ്പൺ ചെയ്യാം. അതിൽ രജിസ്റ്റർ നമ്പർ കൊടുക്കുക, അണ്ടർസ്കോർ കൊടുക്കുക, നമ്പേഴ്സ് എന്ന പേര് കൊടുക്കുക. ഇത്ര മതി. .py എന്ന എക്സ്റ്റൻഷൻ കൊടുക്കണമെന്നില്ല, കാരണം .py എന്ന എക്സ്റ്റൻഷനോട് കൂടി തന്നെയാണ് സേവ് ആവുക, പൈത്തൺ ഫയലായിട്ടാണ് സേവ് ആവുക. ജസ്റ്റ് സേവ് കൊടുക്കുക. സേവ് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കാണുന്നുണ്ടെങ്കിൽ റണ്ണ് ചെയ്യണം. റണ്ണ് ചെയ്യാൻ വേണ്ടി റണ്ണിൽ റൺ മൊഡ്യൂൾ കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, 1 മുതൽ 50 വരെയുള്ള സംഖ്യകൾ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് 1 2 3 4 5 6 7 8 അങ്ങനെ 50 വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ രീതിയിൽ നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് ലൈന് നോക്കാം. കൗണ്ട് =1. കൗണ്ട് എന്നത് ഒരു വേരിയബിൾ ആണ്, ഒരു പേര് കൊടുത്തു എന്ന് മാത്രം. =1, അതായത് കൗണ്ട് എന്ന വേരിയബിളിലേക്ക് ഈ 1 സ്റ്റോർ ചെയ്തു. 1 എന്ന വാല്യൂ കൗണ്ടിൽ സ്റ്റോർ ചെയ്തു. ഈ വൈൽ എന്ന് പറയുന്നത് ലൂപ്പാണ്. ലൂപ്പിൻ്റെ അകത്ത് കൊടുക്കുന്ന കോഡ് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വർക്ക് ചെയ്യും. അതിനു വേണ്ടിയാണ് ലൂപ്പ് യൂസ് ചെയ്തത്. വൈൽ എന്നത് ലൂപ്പാണ്. അപ്പോൾ ലൂപ്പ് കൊടുക്കുമ്പോൾ വൈൽ എന്നത് നമ്മൾ ആ ഒരു കീവേഡ് അതേപോലെ കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു കണ്ടീഷൻ കൊടുക്കും. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിലാണ് ഇതിനകത്തേക്ക് വരിക. കണ്ടീഷൻ ഫോൾസ് ആവുന്നത് വരെ ഇത് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. കൊടുത്തിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് കൗണ്ടിലുള്ള വാല്യൂ <50. അതായത് കൗണ്ടിലുള്ള വാല്യൂ 50ഉം 50നേക്കാൾ കുറവുമാണെങ്കിൽ, 50 അല്ലെങ്കിൽ 50നേക്കാൾ കുറവുമാണെങ്കിൽ നേരെ അകത്തേക്ക് കടക്കുക. നിലവിൽ കൗണ്ടിലുള്ള വാല്യൂ പ്രിന്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് കൗണ്ടിലുള്ള വാല്യൂ 1 ആണ്. കണ്ടീഷൻ ചെക്ക് ചെയ്തു, നിലവിലുള്ള വാല്യൂ 1 അല്ലേ, അത് 50നേക്കാൾ കുറവല്ലേ, അതുകൊണ്ട് എന്ത് ചെയ്തു, കൗണ്ട് എന്നത് പ്രിന്റ് ചെയ്തു. കൗണ്ടിൽ നിലവിലുള്ള 1 പ്രിന്റ് ചെയ്തു.
അതിനുശേഷം അടുത്ത ലൈനിലേക്ക് വന്നു. ഇവിടെ ചെയ്യുന്നത് ഇത് ഈ ഒരു ഭാഗം മാത്രം നോക്കും, അപ്പോൾ ക്ലിയർ ആവും. കൗണ്ടിലുള്ള വാല്യൂ 1 കൂട്ടിക്കൊടുത്തു. കൗണ്ടിലുള്ള വാല്യൂ 1 കൂട്ടിക്കൊടുത്തു. എന്നിട്ട് കൗണ്ടിലേക്ക് തന്നെ സേവ് ചെയ്തു. നിലവിൽ 1 ആയിരുന്നു. ഇവിടെ എന്ത് ചെയ്തു? കൗണ്ടിൽ നിലവിലുള്ള വാല്യൂവിനോട് 1 കൂട്ടി. അതായത് 1നെ ഇവിടെ 2 ആക്കിയിട്ട് കൗണ്ടിൽ തന്നെ സ്റ്റോർ ചെയ്തു. അപ്പോൾ ഇപ്പൊ കൗണ്ടിലുള്ള വാല്യൂ 2 ആണ്. അപ്പോൾ ലൂപ്പാണ്, അതുകൊണ്ട് വീണ്ടും ഇങ്ങോട്ടേക്ക് പോയി. ലൂപ്പ് മീൻസ് അത് വീണ്ടും വീണ്ടും വർക്ക് ചെയ്യും. വീണ്ടും ഇങ്ങോട്ടേക്ക് പോയി. അപ്പോൾ നിലവിൽ കൗണ്ടിൽ എത്രയുള്ള ഇവിടെ നിന്ന് 1 കൂട്ടിക്കൊടുത്തിട്ടുണ്ട്, അതായത് 2 ആണ്. അപ്പോൾ കണ്ടീഷൻ ചെക്ക് ചെയ്തു. 2 എന്ന് പറയുന്ന വാല്യൂ 50 50നേക്കാൾ കുറവോ ആണെങ്കിൽ നേരെ ഉള്ളിലേക്ക് കിടക്കും. യെസ്. അപ്പോൾ 2 എന്ന് പറയുന്ന 50നേക്കാൾ കുറവാണ്, അപ്പോൾ ഉള്ളിലേക്ക് വന്നു. വീണ്ടും കൗണ്ട് പ്രിന്റ് ചെയ്തു. അപ്പോൾ നിലവിൽ കൗണ്ടിലുള്ള വാല്യൂ 2 ആണ്. അപ്പോൾ 2 പ്രിന്റ് ചെയ്തു. അടുത്ത ലൈനിലേക്ക് വന്നു. ഈ ലൈനിൽ വീണ്ടും നിലവിലുള്ള കൗണ്ടിലുള്ള വാല്യൂ 1 കൂട്ടിക്കൊടുത്തു. അങ്ങനെ ഇത് റിപ്പീറ്റ് ആയിട്ട് കൂടി 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 50 വരെ പ്രിന്റ് ചെയ്തു. 50 എന്ന് ഇവിടെ എത്തുന്നവരെ വന്നു. 50 എന്ന് എത്തിക്കഴിഞ്ഞാൽ ഓക്കെ, കറക്റ്റ് ആണ്, കണ്ടീഷൻ ശരിയാണ്. 50 വരെ ഈക്വൽ ടു കൊടുത്തിട്ടുണ്ട്. സോ 50 ആണെങ്കിലും ഇതിൻ്റെ ഉള്ളിലേക്ക് വരും. 50 എന്ന് പ്രിന്റ് ചെയ്തു. നേരെ ഇതിലേക്ക് വരുമ്പോൾ ഇവിടെ എത്തുമ്പോൾ എന്തായി? 51 ആയി. കൗണ്ട് +1 മീൻസ് 51 ആയി. 51 ആകുമ്പോൾ പിന്നെ ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്തു. കണ്ടീഷൻ ഇവിടെ ഫോൾസ് ആയി. ഫോൾസ് മീൻസ് ഇവിടെ നമ്മൾ 50 50നേക്കാൾ കുറവോ ആണെങ്കിൽ മാത്രമേ ഇതിൻ്റെ അകത്തേക്ക് കടക്കൂ. അപ്പോൾ 51 എത്തുമ്പോഴേക്ക് പ്രോഗ്രാം സ്റ്റോപ്പായി. ക്ലിയർ? ഇതാണ് ഇവിടെയുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താ? ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് റീറൈറ്റ് ദ പ്രോഗ്രാം ബൈ മോഡിഫൈയിങ് ഇറ്റ് സോ ദാറ്റ് ഇറ്റ് പ്രിന്റ്സ് ഓൺലി ദ മൾട്ടിപ്പിൾസ് ഓഫ് 5 ബിറ്റ്വീൻ 1 and 100. 1നും 100നും ഇടയിലുള്ള 5ന്റെ ഗുണിതങ്ങൾ മാത്രം പ്രിന്റ് ചെയ്യണം. ആദ്യം നമുക്ക് 1 മാറ്റിയിട്ട് 5 കൊടുക്കാം. കാരണം 5ന്റെ ഗുണിതം എന്ന് പറയുമ്പോൾ 5ലല്ലേ തുടങ്ങുക? 5 5 1 ഗുണിക്കണം 5 5. അതുകൊണ്ട് 5 എന്ന് നമ്മൾ കൗണ്ടിന്റെ വാല്യൂ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് നമുക്ക് 5 വരണം. ഇനി കണ്ടീഷൻ ഉണ്ട്. കണ്ടീഷനിൽ നമ്മളോട് പറഞ്ഞത് 100-നിടയിലുള്ള അല്ലെ, 100-നിടയിലുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യാം? ഇവിടെ 50 മാറ്റിയിട്ട് 100 കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ അത് 100 വരെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100. അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് എപ്പോഴൊക്കെ പോകും? 100 100നേക്കാൾ കുറവോ ആണെങ്കിലൊക്കെ ഈ ലൂപ്പ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. 100നേക്കാൾ മുകളിൽ വരുമ്പോൾ മാത്രമേ അത് സ്റ്റോപ്പ് ആവും. അപ്പൊ ഇത്രയും ക്ലിയർ ആയി. അപ്പോൾ ഫസ്റ്റ് 5 വരും, ഇവിടെ 100 വരും. ഇനി നമുക്കിതൊന്ന് സേവ് ചെയ്യാം. ഓക്കെ, കഴിഞ്ഞിട്ടില്ല, ഒന്ന് സേവ് ചെയ്യാം. ഞാൻ ഫയലിൽ സേവ് കൊടുക്കുന്നു. ഇനി ഒന്ന് റൺ ചെയ്യാം. റണ്ണിൽ റൺ മൊഡ്യൂൾ കൊടുക്കുക. ഇപ്പം എന്താ ഇവിടെ ഔട്ട്പുട്ട് വന്നേ? നോക്കുക, 5ൽ തുടങ്ങി 100ലാണ് അവസാനിച്ചത്. പക്ഷേ 5 6 7 8 9 10 അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവാണ് ചെയ്തത്. മീൻസ് 1 വീതമാണ് കൂടിയുള്ളത്. ആദ്യം 5, പിന്നെ 6 7 8 9 അങ്ങനെ ഓരോന്ന് കൂടിയിട്ടാണ് വന്നത്. നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞത് 5ന്റെ ഗുണിതമാക്കാനാണ്. സോ 5ന്റെ ഗുണിതമാക്കണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? കൗണ്ട് +1 മാറ്റിയിട്ട് കൗണ്ട് +5 ആക്കുക. അപ്പോൾ 5 വീതം കൂടി 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 പ്രിന്റ് ആവും. ക്ലിയർ? 5ന്റെ ഗുണിതം എന്ന് പറയുമ്പോൾ ആദ്യം 5 വരും, പിന്നെ 10 വരും, പിന്നെ 15 വരും. മീൻസ് 5 വീതമല്ലേ കൂടുന്നത്. അപ്പോൾ നമ്മളിവിടെ 5 എന്ന് മാറ്റി കൊടുത്തു. ഇനി ഒന്നുകൂടി സേവ് ചെയ്യാം. ഫയലിൽ സേവ് കൊടുക്കുന്നു. റണ്ണിൽ റൺ മൊഡ്യൂൾ കൊടുക്കുന്നു. ഇപ്പം നോക്കി, ഫസ്റ്റ് 5 വന്നു, 10 15 20 25 അങ്ങനെ 5ന്റെ ഗുണിതം 100 വരെ നമുക്കിവിടെ പ്രിന്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയേ നമുക്ക് ചെയ്യാനുള്ളൂ, കഴിഞ്ഞു. ഇവിടെ ഒരു സംശയം ഉണ്ടാവും, നമ്മളിത് സേവ് ചെയ്തോ? സേവ് ചെയ്തു. കാരണം നമ്മൾ ആദ്യം തന്നെ സേവ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും മാറ്റം വരുത്തിയപ്പോൾ ഫയലിൽ സേവ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യമേ നമ്മൾ സേവ് ചെയ്ത് ആ ഫയലിൽ തന്നെ നമ്മൾ ഓരോ തവണ സേവ് ചെയ്യുന്നതിനനുസരിച്ചിട്ടും ഈ മാറ്റിയിട്ടുള്ള പ്രോഗ്രാമാണ് അങ്ങോട്ടേക്ക് സേവ് ആവുന്നത്. അതുകൊണ്ട് നിലവിൽ നമ്മളത് കൃത്യമായിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. ഇത്ര ചെയ്താൽ മതി, ഇതിൻ്റെ മാർക്ക് നമുക്ക് കിട്ടും. എ റെക്ടാങ്കുലർ പ്ലേ ഗ്രൗണ്ട് ഹാസ് എ ലെങ്ത് ഓഫ് 400 യൂണിറ്റ്സ് ആൻഡ് എ വിഡ്ത്ത് ഓഫ് 300 യൂണിറ്റ്സ്. ഓക്കെ, അതിൻ്റെ ലെങ്ത് 400ഉം വിഡ്ത്ത് 300 യൂണിറ്റും ഉള്ള ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. ചതുരാകൃതിയിലാണ്, ശ്രദ്ധിക്കണം, ചതുരാകൃതിയിലാണ്, റെക്ടാങ്കുലർ ആയിട്ടാണ് ഉള്ളത്. ബിലോ ആർ സം പാർട്സ് ഓഫ് ദ പ്രോഗ്രാം യൂസ്ഡ് ടു ഡ്രോ ഇറ്റ്സ് ഔട്ട്ലൈൻ യൂസിങ് പൈത്തൺ. അതിന്റെ ഔട്ട്ലൈന് പൈത്തൺ യൂസ് ചെയ്തിട്ട് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം തന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ദ പ്രോഗ്രാം ബൈ ആഡിങ് ദ റിമൈനിങ് പാർട്സ്. കുറച്ച് ഭാഗങ്ങളാണ് ചുവടെ തന്നിട്ടുള്ളത്, ബാക്കി ഭാഗങ്ങൾ കൂടി ചേർത്ത് പ്രോഗ്രാം പൂർത്തിയാക്കുക. ഓക്കെ, കൺഫ്യൂഷൻ ആവേണ്ട, നമുക്കിത് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ ഐഡിൽ ഓപ്പൺ ചെയ്യുന്നു. താഴെ ഷോ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഷോ ആപ്ലിക്കേഷൻസിലേക്ക് വരിക. ഐഡിയലി എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഐഡിൽ ഈ ഒരു ഐഡിയലി കിട്ടിയിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്യാം.
അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും. ഈ വിൻഡോയിലല്ല നമ്മൾ ചെയ്യേണ്ടത്, ഒരു പുതിയ വിൻഡോ നമ്മൾ ഇവിടെ എടുക്കാനുണ്ട്. ഫയലിൽ ന്യൂ ഫയൽ എടുക്കുക, അപ്പോൾ കിട്ടുന്നതിനാണ് നമ്മൾ എഡിറ്റർ വിൻഡോ എന്ന് പറയുന്നത്. ഈ എഡിറ്റർ വിൻഡോയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ കുറേ ലൈൻസ് ഒക്കെ വരുന്ന പ്രോഗ്രാംസ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്താണോ ചോദ്യത്തിൽ തന്നിട്ടുള്ളത് അത് അതേപോലെ ഞാൻ ടൈപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. ചോദ്യത്തിൽ തന്നിട്ടുള്ളത് മുഴുവൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ റൺ ചെയ്തിട്ട് കാര്യമില്ല. ഞാനിപ്പോൾ ഇതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി തൽക്കാലം ഞാൻ ഈ ഒരു ലൈൻ ഇവിടെ നിന്ന് കളയുന്നതാണ്. പക്ഷെ നമ്മളത് തിരിച്ചു കൊണ്ടുവരും. നിങ്ങൾ എക്സാമിൻ്റെ സമയത്ത് കളയണ്ട. നിങ്ങൾക്കിത് കൃത്യമായിട്ട് മനസ്സിലായാൽ വേറെ രീതിയിലുള്ള ചോദ്യം വന്നാൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഈ ലൈന് കളയുന്നു. ഓക്കെ, ഇനി എന്താണ് ഇവിടെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞുതരാം. നമുക്കൊരു ചതുരം വേണം. ചതുരത്തിൻ്റെ നീളം ലെങ്ത് 400 വിഡ്ത്ത് 300 ഓൾറെഡി തന്നിട്ടുണ്ട്. നമ്മൾ പൈത്തണിൽ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അത് ഗ്രാഫിക്കലായിട്ടുള്ള ഔട്ട്പുട്ടൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഇത്തരത്തിലുള്ള വരകൾ, ചിത്രം, ഇത്തരത്തിലുള്ള ചതുരങ്ങൾ പോലുള്ള ജാമിതീയ രൂപങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു മൊഡ്യൂളാണ് ടേർട്ടിൽ എന്ന് പറയുന്നത്. ഞാൻ വെറുതെ പറയുന്നതല്ല, തിയറിയിൽ ചോദിക്കും. ടേർട്ടിൽ മൊഡ്യൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഗ്രാഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, വരകളൊക്കെ ചെയ്യാം, ഇത്തരത്തിലുള്ള ഡ്രോയിങ്സ് ഒക്കെ. അപ്പോൾ ടേർട്ടിൽ മൊഡ്യൂൾ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലൈന് കറക്റ്റ് ആണ്. അതിനുശേഷം നമുക്ക് വേണ്ട ലെങ്ത് എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ട്. സോ 400 എന്ന വാല്യൂ ലെങ്ത് എന്ന വേരിയബിളിലേക്ക്, ചരത്തിലേക്ക് സ്റ്റോർ ചെയ്തു. 300 എന്ന വാല്യൂ വിഡ്ത്ത് എന്ന ചരത്തിലേക്ക്, മീൻസ് വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. ക്ലിയർ? അതായത് ലെങ്ത്തിൽ 400 ഉണ്ട്, വിഡ്ത്തിൽ 300 ഉണ്ട്. ഇനി ഞാൻ ഇവിടെ ഒരു പുതിയ കമാൻഡ് കൊടുക്കുന്നതാണ്, ഫോർവേഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ എത്രയാണോ കൊടുക്കുന്നത് അത്രയും യൂണിറ്റ് നീളമുള്ള ഒരു വര കിട്ടും. ഞാനിവിടെ ലെങ്ത് എന്ന് പറയുന്ന ഈ വേരിയബിൾ അതേപോലെ കൊടുക്കുന്നതാണ്. ഓക്കെ, എന്താണോ സ്പെല്ലിങ് തെറ്റാതെ അതേപോലെ നോക്കി ടൈപ്പ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഇവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുന്നതിനും കുഴപ്പമൊന്നുമില്ല, സ്പെല്ലിങ് തെറ്റിപ്പോയത്. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർവേഡ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് ഒരു വര കിട്ടാനാണ്. ആ വരയ്ക്ക് എത്ര ലെങ്ത് വേണം, നിലവിൽ ലെങ്ത്തിൻ്റെ ഉള്ളിൽ 400 ഉണ്ട്. അതുകൊണ്ട് ഈ ലെങ്ത് ഇവിടെ കൊടുത്തത് കൊണ്ട് 400 യൂണിറ്റ് നീളമുള്ള ഒരു സ്ട്രെയിറ്റ് ലൈന് നമുക്ക് കിട്ടും. ചെയ്ത് നോക്കാം. അതിൻ്റെ ഔട്ട്പുട്ട് കാണാൻ ഫസ്റ്റ് ഇത് നമുക്ക് സേവ് ചെയ്യണം. സേവ് ചെയ്യുമ്പോൾ ചോദ്യത്തിൽ എന്താ പറഞ്ഞത്, രജിസ്റ്റർ നമ്പർ _ground.py എന്ന പേരിൽ സേവ് ചെയ്യാനാണ്. ആ പേരിൽ തന്നെ സേവ് ചെയ്താൽ മതി. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ടില്ല, കുഴപ്പമില്ല, അതേ പേരിൽ നമുക്ക് സേവ് ചെയ്യാം. ഫയലിൽ സേവ് കൊടുക്കുക. എവിടെ സേവ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. ഹോമിൽ ചോദ്യത്തിൽ പറഞ്ഞ പോലെ exam10 products എന്ന ഫോൾഡറിലേക്ക് വരിക. exam10 products അതിലെന്ത് ചെയ്യുക, കൃത്യമായിട്ട് രജിസ്റ്റർ നമ്പർ കൊടുക്കുക, അണ്ടർസ്കോർ ഇടുക, ഗ്രൗണ്ട് എന്ന പേര് കൊടുക്കുക, സേവ് കൊടുക്കുക. .py എന്ന എക്സ്റ്റൻഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം താഴെ കണ്ടില്ലേ പൈത്തൺ ഫയലായിട്ട് തന്നെയാണ് അത് സേവ് ആവുന്നത്. സോ സേവ് കൊടുക്കുക. സേവായ മാത്രം പോലെ നമുക്ക് ഔട്ട്പുട്ട് കാണണം. ഔട്ട്പുട്ട് കാണാൻ റൺ ചെയ്യണം. റണ്ണിൽ റൺ മൊഡ്യൂൾ കൊടുക്കുക. ഇപ്പം എന്താ വന്നേ, ഇവിടെ കൃത്യമായിട്ട് ഇവിടെ ഒരു പുതിയ വിൻഡോ കിട്ടും കേട്ടോ. ഗ്രാഫിക്കലായിട്ടുള്ള കാര്യങ്ങളുടെയൊക്കെ ഔട്ട്പുട്ട് ഈ ഒരു വിൻഡോയിലാണ്, പൈത്തൺ ടേർട്ടിൽ ഗ്രാഫിക്സ് എന്ന ഈ ഒരു വിൻഡോയിലാണ് കാണാൻ പറ്റുക. ഒരു വര വന്നു. ഈ വരയുടെ നീളം, ആ ലെങ്ത് എന്ന് പറയുന്നത് 400 യൂണിറ്റ് ആണ്. സോ ഈ കാര്യം മനസ്സിലായില്ല. ഈ ഒരു പ്രോഗ്രാമിൽ ഇത്രയും കൊടുത്തതിൻ്റെ മീനിങ് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഞാൻ എൻ്റെ തൊട്ട് താഴെ റൈറ്റ് 90 എന്ന് കൊടുക്കുന്നു. ഈ 90 എവിടുന്ന് വന്നു, റൈറ്റ് എന്നത് മനസ്സിലായി. ടേൺ ചെയ്യാൻ വേണ്ടിയാണ് റൈറ്റ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. 90 എന്ന് പറയുന്നത് നമുക്ക് എത്ര ഡിഗ്രി ആംഗിളിലേക്ക് തിരിയണം. നമ്മളോട് പറഞ്ഞത് റെക്റ്റാങ്കിൾ ആണ്, ചതുരമാണ്. ചതുരത്തിൻ്റെ കോൺ അളവ് നമുക്ക് 90 ഡിഗ്രി ആണെന്ന് അറിയാം. ഇനി നമുക്കിതൊന്ന് സേവ് ചെയ്യാം. ഫയലിൽ സേവ് കൊടുക്കുക. ജസ്റ്റ് കൊടുത്താൽ മതി. നമ്മൾ ഓൾറെഡി സേവ് ചെയ്തത് കൊണ്ട് മാറ്റം വരുത്തിയിട്ടുള്ള ഫയൽ അതേ ഫയലിൽ തന്നെ സേവ് ആവും. ഇനി റണ്ണിൽ റൺ മൊഡ്യൂൾ കൊടുക്കാം. ഇപ്പം എന്താ, ഇവിടെ കണ്ടോ, നേരെ വന്നിട്ട് ഇത് റൈറ്റിലേക്ക് തിരിഞ്ഞു നിന്നു. ക്ലിയർ? ഓക്കെ. ഇനി ഞാൻ ഇതിൻ്റെ തൊട്ട് താഴെ വീണ്ടും ഫോർവേഡ് എന്ന് കൊടുക്കുന്നു. ബ്രാക്കറ്റിൽ എൻ്റെ വിഡ്ത്ത് എത്ര ഇവിടെയുള്ള നമ്മുടെ ചോദ്യത്തിൽ തന്നത് 300 ഈ വിഡ്ത്ത് എന്ന വേരിയബിൾ അതേപോലെ കൊടുക്കുക. അപ്പോൾ വിഡ്ത്തിൻ്റെ അകത്ത് എത്രയായിരുന്നോ വാല്യൂ ഉള്ളത് അത് ഇങ്ങോട്ടേക്ക് വന്നോളും. സോ വിഡ്ത്ത് എന്താവും, ഫോർവേഡ് വിഡ്ത്തിലുള്ള വാല്യൂ മീൻസ് 300. അപ്പോൾ നേരെ ഒരു വര വന്നിട്ടുണ്ട്, നമ്മുടെ ടേർട്ടിൽ തിരിഞ്ഞു നിന്നിട്ടുണ്ട് 90 ഡിഗ്രി. ഇനി വീണ്ടും നമ്മൾ ഫോർവേഡ് 300 കൊടുത്തത്. സോ നേരെ ഇങ്ങോട്ടേക്ക് ഒരു ലൈന് കിട്ടണം. ലൈന് കിട്ടിയാൽ മാത്രം പോരാ, ലൈന് കിട്ടിയിട്ട് ഒന്നുകൂടി നമുക്ക് ആ ടേർട്ടിലിനെ തിരിച്ചു കൊടുക്കാം.
അതിനുവേണ്ടി ഈ സെയിം ലൈന് ഞാൻ എന്ത് ചെയ്യുന്നു, താഴെ കൊടുക്കുന്നു. ഇനി ഒന്ന് റൺ ചെയ്യാം. അതിന് മുമ്പ് ഫയലിൽ സേവ് കൊടുക്കുക, റണ്ണിൽ റൺ മൊഡ്യൂൾ കൊടുക്കുക. ക്ലിയർ അല്ലേ? നേരെ വന്നു 90 ഡിഗ്രി തിരിഞ്ഞിട്ട് അവിടെ നിന്നു. അതിനുശേഷം വീണ്ടും ഫോർവേഡ് 300 യൂണിറ്റ് നീളത്തിൽ വന്നു, വീണ്ടും തിരിഞ്ഞു നിന്നു. വീണ്ടും അത് 90 ഡിഗ്രി റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു നിന്നു. അപ്പൊ ഇത്രയും ലൈൻസ് കൊടുത്ത് എന്തിനാന്ന് മനസ്സിലായില്ലേ? ഇത്രയും ലൈൻസ് കൊടുത്ത് റൺ ചെയ്തതുകൊണ്ടാണ് ഈ ഒരു ഔട്ട്പുട്ട് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കി, ഇതേ കാര്യത്തിനെ തന്നെ ഒന്നുകൂടി, അതായത് ഇങ്ങോട്ടേക്ക് വന്നു ഇങ്ങോട്ടേക്ക് വന്നു, ഇതിന് ഒരു തവണ കൂടി നമുക്ക് എന്ത് ചെയ്യാം, റിപ്പീറ്റ് ചെയ്യിപ്പിക്കാം. അതായത് ഇതേ സാധനത്തിനെ തന്നെ ഒന്നുകൂടി നമുക്ക് ഇതിനെ തന്നെ ലൂപ്പിലിട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി നമുക്ക് ഇതിനെ കംപ്ലീറ്റ് ആക്കി കൂടെ? മനസ്സിലായോ? ഒന്നുകൂടി നമുക്കിതിനെ കംപ്ലീറ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിനു വേണ്ടി അപ്പൊ നിലവിലുള്ള ഈ ലൈൻസ് ഒക്കെ തന്നെ ഇത്രയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതേ ലൈൻസ് ഇതേപോലെ എടുത്തിട്ട് ഒന്നുകൂടി നമ്മൾ താഴെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? ഇതിന്റെ ബാക്കി ഭാഗം കംപ്ലീറ്റ് ആവില്ലേ? കാരണം ഇതേപോലെ ഇവിടെ എത്തുമ്പോൾ വീണ്ടും നേരെ വരും, ടേൺ ചെയ്യും, മുകളിൽ വരും, ടേൺ ചെയ്ത് നിൽക്കും. അപ്പൊ എന്താവും? ഈ 4 ലൈന് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് യൂസ് ചെയ്യണം. അങ്ങനെ റിപ്പീറ്റായി യൂസ് ചെയ്യുന്നതിന് പകരമാണ് നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. ഫോർ ഐ ഇൻ റേഞ്ച് ബ്രാക്കറ്റിൽ എത്ര തവണ നമുക്ക് ഇതിനകത്ത് കൊടുക്കുന്ന കാര്യങ്ങൾ വരണം? 2 തവണ. അതുകൊണ്ട് 2 എന്ന് കൊടുത്തു. ക്ലിയർ? അപ്പോൾ നേരെ ഒരു തവണ വരും, ഒന്നുകൂടി ഇത് കംപ്ലീറ്റ് ആവും. ഫോർ ലൂപ്പ് ആകുമ്പോൾ ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഒരു കോളൻ ഇട്ട് കൊടുക്കണം. ഇതൊക്കെ ചോദ്യത്തിലുണ്ട്. ഓക്കെ. എന്നിട്ട് ഫോർ ലൂപ്പിന്റെ അകത്തേക്ക് നമ്മൾ എന്തെങ്കിലും കാര്യം കൊടുക്കുമ്പം കൃത്യമായിട്ടൊരു ഇൻഡന്റേഷൻ കൊടുക്കണം. ഇതിനെയാണ്, ഈ ഒരു സ്പേസിനെയാണ് ഇൻഡന്റേഷൻ എന്ന് പറയുന്നത്. ഫോർ ലൂപ്പിന്റെ ഉള്ളിലാണ് എന്ന് കാണിക്കാൻ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് കീബോർഡിലെ ടാബ് കീ ഇല്ലേ, അത് പ്രസ് ചെയ്താലും മതി. ഇവിടെയും ക്ലിക്ക് ചെയ്യുക, ടാബ്, ഇവിടെയും ക്ലിക്ക് ചെയ്യുക, ടാബ്. അതായത് ഇത്രയും കാര്യങ്ങൾ ഫോർ ലൂപ്പിന്റെ ഉള്ളിലാണ് എന്ന് കാണിക്കാനാണ് ഈ ഒരു ഇൻഡന്റേഷൻ, സ്പേസിനാണ് നമ്മൾ ഇൻഡന്റേഷൻ എന്ന് പറയുന്നത്, ഇൻഡന്റേഷൻ കൊടുക്കുന്നത്. ഓക്കെ. നിങ്ങൾ ഇത്രയും ഒന്നും വേണ്ട, നിങ്ങൾ നേരെ ഇത്ര വരെ നമുക്ക് ഓൾറെഡി ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ കൃത്യമായ ഇൻഡന്റേഷനോട് കൂടി ഇത്രയും ലൈൻസ് ടൈപ്പ് ചെയ്താൽ മാത്രം മതി. ഞാനിത് കോൺസെപ്റ്റ് മനസ്സിലാക്കാനാണ് 1 by 1 ആയിട്ട് ചെയ്ത് കാണിച്ചത്. ഇനി നമുക്കിതൊന്ന് സേവ് ചെയ്യാം. ഫയലിൽ സേവ് ചെയ്യുന്നു, റണ്ണിൽ റൺ മൊഡ്യൂൾ കൊടുക്കുന്നു. ക്ലിയർ ആയില്ലേ? കൃത്യമായിട്ട് ആ ഒരു നീളവും വീതിയുള്ള ആ ഒരു റെക്റ്റാങ്കിൾ നമുക്ക് കിട്ടിയില്ലേ? നമുക്ക് ആ ഒരു പ്ലേ ഗ്രൗണ്ടിൻ്റെ ഔട്ട്ലൈൻ നമുക്ക് ഇത്രയും ചെയ്താൽ മതി, കഴിഞ്ഞു. ഈ ഒരു ചോദ്യം നമുക്ക് നോക്കി നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, പെട്ടെന്ന് നമുക്ക് ചെയ്യാം. ഇതിന്റെ മലയാളം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ചോദ്യം നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തിട്ട് വായിച്ചു നോക്കാം. ഞാനൊന്ന് ഷോർട്ട് ആയിട്ട് ഞാൻ ഇതിൽ എന്താ കൊടുത്തതെന്ന് പറയാം. അതായത് ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്. ആ വേരിയബിളിലേക്ക് ബോഡി ടെമ്പറേച്ചർ ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. യൂസറിൻ്റെ അടുത്ത് ബോഡി ടെമ്പറേച്ചർ വാങ്ങുന്നതാണ്. 35 ഡിഗ്രിനേക്കാൾ മുകളിലാണ്, ചോദ്യം വായിച്ചാൽ മനസ്സിലാവും, മോർ ദാൻ 35. 35 ഡിഗ്രിനേക്കാൾ മുകളിലാണെങ്കിൽ അലേർട്ട് എന്ന് പ്രിന്റ് ചെയ്യണം. അല്ലെങ്കിൽ 35 ഡിഗ്രിയേക്കാൾ കുറവാണെങ്കിൽ നോർമൽ എന്ന് കാണിക്കണം. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഒന്നുമില്ല, നമ്മൾ നേരെ ഐഡിൽ ഓപ്പൺ ചെയ്യുന്നു, താഴെ ഷോ ആപ്ലിക്കേഷൻസിലേക്ക് പോവാം, ഐഡിൽ എന്ന് സെർച്ച് ചെയ്യാം. ഐഡിൽ വന്നിട്ടുണ്ട്, ഓപ്പൺ ചെയ്യാം. ഇവിടെയല്ല നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്, ഫയലിൽ ന്യൂ ഫയൽ എടുക്കണം. ഫയലിൽ ന്യൂ ഫയൽ എടുക്കുമ്പോൾ കിട്ടുന്ന ഈ ഒരു വിൻഡോയിലാണ് നമ്മൾ ടൈപ്പ് ചെയ്യുക. ചോദ്യത്തിൽ എന്താണോ തന്നിട്ടുള്ളത് അത് അതേപോലെ ടൈപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ചോദ്യത്തിൽ നിന്ന് കോപ്പി പേസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റണമെന്നില്ലേ, അതുകൊണ്ട് നോക്കി തന്നെ ടൈപ്പ് ചെയ്യാം. ഓക്കെ. ചോദ്യത്തിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് റൺ ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് കൃത്യമായിട്ട് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കണം. ടെമ്പ് എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആണ്. നമുക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കാം. നമുക്ക് ചോദ്യത്തിൽ ടെമ്പറേച്ചറിനെ ഷോർട്ടാക്കി തന്നു എന്ന് മാത്രം. ഇവിടെ ഇൻപുട്ട് എന്ന ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇൻപുട്ട് എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ ഇത്ര വരെ കൊടുത്ത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസറിൻ്റെ എടുക്കുന്ന ഒരു സാധനം വാങ്ങാനാണ്, ഒരു ഡാറ്റയെ ഇങ്ങോട്ടേക്ക് വാങ്ങാനാണ്. നമുക്ക് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അവിടെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ എത്രയാണെന്ന് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ വരാൻ വേണ്ടിയാണ് ഇൻപുട്ട് എന്ന ഫംഗ്ഷൻ കൊടുത്തത്. ഇൻപുട്ട് ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഇങ്ങനെ ക്വാഡ്സിൽ, ഓക്കെ, ഇതിനെയാണ് നമ്മൾ ക്വാഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഡബിൾ ക്വാഡ്സ് കണ്ടില്ലേ? ഇങ്ങനെ ക്വാഡ്സിൻ്റെ ഇടയിൽ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ യൂസർക്ക് കാണാൻ പറ്റും. കാണിച്ചു തരാം, വെയിറ്റ്. അപ്പോൾ യൂസറിൻ്റെ അടുത്ത് നമ്മളൊരു വാല്യൂ വാങ്ങുന്നതാണ്. യൂസർ എന്തെങ്കിലും ഒരു വാല്യൂ ടൈപ്പ് ചെയ്യുന്നു, 37 അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലോ കുറവോ എന്തോ ആയിക്കോട്ടെ, അത് ടൈപ്പ് ചെയ്യുന്നു. ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂവിന് ഇൻറ്റിജറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇൻറ്റിജർ, കാരണം അത് ഇപ്പോൾ നമ്പർ ആയിട്ട് ടൈപ്പ് ചെയ്താലും ഇൻപുട്ട് ഫംഗ്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻപുട്ട് ഫംഗ്ഷനിൽ നമ്പർ ടൈപ്പ് ചെയ്താലും ശരി, സാധാരണ ടെക്സ്റ്റ് രൂപത്തിൽ ടൈപ്പ് ചെയ്താലും അതൊക്കെ തന്നെ സ്ട്രിങ് ആയിട്ടാണ് എടുക്കുക. സ്ട്രിങ് മീൻസ് അതൊരു ടെക്സ്റ്റ് രൂപത്തിലാണ് എടുക്കുക. അപ്പോൾ നമുക്കതിനെ നമ്പറിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇൻറ്റ് എന്നൊരു ഫംഗ്ഷൻ കൊടുത്തു.
ഇൻഡ് എന്നൊരു ഫംഗ്ഷൻ കൊടുത്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ലാസ്റ്റ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, അത്രയേ ഉള്ളൂ. അതിനകത്താണ് ഇൻപുട്ട് കൊടുത്തത്. സോ അത് അധികം ആലോചിച്ച് നിങ്ങൾ ബുദ്ധിമുട്ടണ്ട, അതിന് ഇൻഡിലേക്ക് കൺവേർട്ട് ചെയ്തു എന്ന് മാത്രം. ഇനി അടുത്തയിലേക്ക് വരാം. നമുക്കറിയാം ഒരു കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് ഇത് പ്രവർത്തിപ്പിക്കേണ്ടത്. കണ്ടീഷൻ അനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യും. ഈഫ് എന്ന് പറയുന്ന ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഈഫിന്റെ നേരെ നമ്മൾ കൊടുക്കുന്ന ഒരു കണ്ടീഷനാണ്. നമ്മുടെ കണ്ടീഷൻ എന്താ? യൂസർ എൻ്റർ ചെയ്യുന്ന വാല്യൂ ടെമ്പ് എന്ന വേരിയബിളിൽ സ്റ്റോർ ആവും. സോ ടെമ്പ് എന്ന വേരിയബിളിനകത്തുള്ള വാല്യൂ ഗ്രേറ്റർ ദാൻ 35 ആണെങ്കിൽ, 35 എന്നത് ചോദ്യത്തിൽ നിന്ന് കിട്ടുന്നതാണ്, 35 ഡിഗ്രി 37 ഡിഗ്രിയേക്കാൾ കൂടുതലാണെങ്കിൽ അലേർട്ട് എന്ന് എഴുതി കാണിക്കണം. അപ്പോൾ കണ്ടീഷൻ കറക്റ്റ് അല്ലേ? ഈ 37 കഴിഞ്ഞിട്ട് ഒരു കോളൻ ഇട്ട് കൊടുക്കണം. ഒരു കോളൻ ഇട്ട് കൊടുക്കണം, കാരണം അത് സിൻറ്റാക്സിന്റെ ഭാഗമാണ്. ഈഫ് എന്ന് പറയും, ഈഫ് പോലുള്ള കാര്യങ്ങൾക്ക് കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് ആയാലും ലൂപ്പ് ആയാലും ഒക്കെ തന്നെ ഈ ഒരു കണ്ടീഷന് ശേഷം ഒരു കോളൻ ഇടണം, അല്ലെങ്കിൽ എറർ വരും. ഇനി അതിന്റെ താഴെ കൊടുത്തിട്ടുള്ളതിന് ഒരു ഇൻഡന്റേഷൻ കൊടുക്കാം. അത് ചോദ്യത്തിൽ തന്നെ കാണാം കേട്ടോ, ചോദ്യത്തിൽ തന്നെ കണ്ടില്ലേ, ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ അകത്താണ്, ഈഫിന്റെ ഉള്ളിലാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ടാബ് കീ പ്രസ് ചെയ്താൽ മതി. ഓക്കെ, ടാബ് കീ പ്രസ് ചെയ്താൽ ഇങ്ങോട്ടേക്ക് വരും. എൽസ് എന്ന് കൊടുക്കാം. എൽസ് എന്ന് പറയുന്ന ഒരു കീവേഡാണ്. അത് കഴിഞ്ഞിട്ട് അപ്പടെ ഒരു കോളൻ ഇടുക. അത് കഴിഞ്ഞിട്ട് ഉടൻ തന്നെ ഒരു കോളൻ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിനും ഒരു ഇൻഡന്റേഷൻ കൊടുക്കുക. കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ലാലോ. ടെമ്പറേച്ചറിൻ്റെ അകത്തുള്ള വാല്യൂ 37 മുകളിലാണെങ്കിൽ അലേർട്ട് എന്ന് കാണിക്കുക. അല്ലാത്ത കേസ് മീൻസ് 37 അല്ലെങ്കിൽ അതിൽ കുറവോ ഒക്കെയാണ് യൂസർ എൻ്റർ ചെയ്തതെങ്കിൽ, ഇതല്ലാത്ത കേസിലാണ് എൽസ് എന്ന് പറയുന്ന ഭാഗത്തുള്ള ഈ ഒരു ബോഡി എക്സിക്യൂട്ട് ആവുന്നത്. ഇനി നമുക്കൊന്ന് സേവ് ചെയ്യാം. ഫയലിൽ സേവ് കൊടുക്കുക. എവിടെ സേവ് ചെയ്യണം? നമ്മുടെ ഹോമിലാണ് നിലവിലുള്ളത്. ഹോമിൽ തന്നെ exam10 products എന്ന ഫോൾഡറിനകത്ത് സേവ് ചെയ്യുന്നു. ഔട്ട്പുട്ട് കാണാൻ റൺ മൊഡ്യൂൾ കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇൻപുട്ട് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചത് കൊണ്ടാണ് ഇവിടെ ഇൻപുട്ട് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് അതിനകത്ത് എന്താണോ കൊടുക്കുന്നത് അത് അതേപോലെ എഴുതി കാണിക്കും. എഴുതി കാണിക്കൽ മാത്രമല്ല, ഇൻപുട്ട് ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്കിവിടെ ഒരു വാല്യൂ എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ 40 എന്ന് ടൈപ്പ് ചെയ്തു, ഒന്ന് എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. കണ്ടില്ലേ, ക്ലിയർ. ഇനി 37 കുറവ് കൊടുത്താലോ? നമുക്ക് ഒന്നുകൂടി റൺ ചെയ്യാം. റൺ മൊഡ്യൂൾ കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടി റൺ ചെയ്യാം. ഒന്നിക്ക് 37 കൊടുക്കാം, അല്ലെങ്കിൽ 37 കുറവ് കൊടുക്കാം. ഞാനിവിടെ 37 കൊടുക്കുന്നു, എൻ്റർ ചെയ്യുന്നു. അപ്പോൾ നോർമൽ എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ഇത്രയും നമ്മളോട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഓൾറെഡി നമ്മളിത് സേവ് ചെയ്തിട്ടുണ്ട്. ഇനി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടി ഫയലിൽ സേവ് കൊടുത്താൽ മതി. ക്ലിയർ, നമ്മളത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രോഗ്രാം കംപ്ലീറ്റ് ആയി.